ഹായ് കൂട്ടുകാരെ, എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിവിടെ 2 ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? 2 കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ്, കഥകളിയുടെയും പടയണിയുടെയും. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്? കാഴ്ചയിൽ 2 കലാരൂപങ്ങൾക്കും എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? നമുക്ക് ഈ കലാരൂപങ്ങളുടെ സാമ്യവും വ്യത്യാസവും കണ്ടെത്തിയാലോ? ആദ്യം കഥകളിയെക്കുറിച്ചൊന്ന് പറയാം. പടയണിയെ അപേക്ഷിച്ച് ചെറിയ കിരീടമാണ് കഥകളിക്ക്. മുഖത്തെഴുത്തുണ്ട്. കഥകളി അഭിനയിക്കാൻ കഥയുണ്ടാകും. തുണി കൊണ്ടുള്ള ഉടുത്തുകെട്ടാണ് കഥകളിയിൽ ഉള്ളത്. ധാരാളം ആഭരണങ്ങൾ ഉണ്ട്. കഥകളി സ്റ്റേജിലാണ് അവതരിപ്പിക്കുന്നത്. കഥകളിയിലെ പ്രധാന വാദ്യങ്ങൾ എന്ന് പറയുന്നത് മദ്ദളം, ചെണ്ട, ചേങ്ങില എന്നിവയാണ്. ഇനി പടയണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കിരീടമാണ്. വേഷവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുരുത്തോലയും കവുങ്ങിൻ പാളയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വേഷവിധാനമാണ്. ചുവടുവെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോറ്റം പാട്ടിൻ്റെ താളത്തിലാണ് ചുവടുവെപ്പ് നടത്തുന്നത്. പൊതുസ്ഥലത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. പടയണിയിലെ വാദ്യോപകരണങ്ങൾ ചെണ്ട, കൈമണി, തപ്പ് എന്നിവയാണ്. ഇനി നമുക്ക് കഥകളിയുടെയും പടയണിയുടെയും വ്യത്യാസങ്ങൾ നോക്കാം. പടയണിക്ക് വലിയ കിരീടമാണെന്ന് പറഞ്ഞു. പടയണിയെ കഴിഞ്ഞും ചെറിയ കിരീടമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. കഥകളിയിൽ തുണി കൊണ്ടുള്ള ഉടുത്തുകെട്ടാണ് ഉള്ളതെങ്കിൽ പടയണിയിൽ കുരുത്തോലയും കവുങ്ങിൻ പാളയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വേഷവിധാനമാണ്. കഥകളി സ്റ്റേജിലാണ് അവതരിപ്പിക്കുന്നത്, എന്നാൽ പടയണി പൊതുസ്ഥലത്താണ് അവതരിപ്പിക്കുന്നത്. ഇവയുടെ വാദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെണ്ട, മദ്ദളം, ചേങ്ങില എന്നിവ കഥകളിയിലാണ് ഉപയോഗിക്കുന്നത്. പടയണിയിൽ തപ്പ്, ചെണ്ട, കൈമണി എന്നിവയാണ് വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കഥകളിയിൽ അഭിനയിക്കാൻ കഥയുണ്ടാവും. പടയണിയിൽ തോറ്റം പാട്ടിൻ്റെ താളത്തിലാണ് ചുവട് വയ്ക്കുന്നത്. ഇതൊക്കെയാണ് കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.